അതെ, 2-3 മാസമായിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇതുകൊണ്ടാണ്. സോ ഇനി മുതൽ അടിപൊളി സൂപ്പർ ഡൂപ്പർ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ അതിനെല്ലാം തുടക്കമായിട്ട് നമുക്കിന്നൊരു എൻ്റെ പുതിയ വീടിൻ്റെ, അതായത് എൻ്റെ ന്യൂ ഹോമിൻ്റെ ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു സ്പെഷ്യൽ തിങ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വീടിനൊരു പേര് വേണ്ടേ, ആ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ എൻ്റെ പേര് സാത്വിക എന്നാണ്. വീടിൻ്റെ പേരിട്ടിരിക്കുന്നത് സാത്വിക. ഇതാണ് സിറ്റൗട്ട് എന്ന് പറയുന്നത്. സോ പേര് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേപോലെയാണ്. ആൻഡ് ഇതാണ് ഒരു കുഞ്ഞു സിറ്റൗട്ടാണ്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടോട്ട് വരുമ്പോൾ ചെറിയൊരു ഷൂറാക്ക് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് എന്താ പറയുക, ഒരു ഗ്രില്ല് തൊട്ട് വന്നിട്ട് അതും അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയുടെ ചെടികൾ വെക്കാൻ വേണ്ടി ഇതേപോലെ തട്ടുതട്ടുകൾ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ ചെടികൾ ഫുള്ളായിട്ട് വെച്ചില്ല, ഇനി വെക്കണം. സോ അവിടെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ചെറിയൊരു തൂക്കുകളൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് സിറ്റൗട്ട് കണ്ടെങ്കിൽ ഇനി വെളിയിൽ ചുറ്റി കണ്ടിട്ട് അകത്തോട്ട് കയറാം. സോ ഇതാണ് നമ്മുടെ ഔട്ടർ പോർഷനിലെ ഒരു എന്താ പറയുക, ഒരു ഇതെന്ന് പറയുന്നത് ഒരു ടെക്സ്ചർ ആർട്ട് പോലെ ഇതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കലാക്കിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതേപോലെ. അതിന്റെ സ്പേസ് ഫസ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഉള്ളിലേക്ക് കടക്കാം. സോ ഇതാണ് നമ്മുടെ ഹാൾ. അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ട ഇതാണ്. നേരെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള പൂജാമുറിയാണ് കാണുന്നത്. നമ്മുടെ കൃഷ്ണൻ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതായത് ചെറിയ സ്പേസിൽ ഇത്രയും ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനുണ്ട്. പിന്നെ ഇപ്പത്തോട്ട് ഒരു കുഞ്ഞ്, അതായത് കുഞ്ഞിനല്ല, ട്രോഫികൾ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തട്ടുകളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സോഫ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ സോഫ വെക്കാൻ പരീക്ഷിച്ചിട്ടില്ല. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്. പിന്നെന്താന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ സാധനം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ വെള്ളോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. സോ അത്രയൊക്കെയാണ് ഹാളിന്റെ ഒരു വിശേഷം. പിന്നെ ഈ ഒരു പെയിന്റിങ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. ഈ ഒരു പെയിന്റിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു അതായത് എൻ്റെ അല്ല, അമ്മയുടെ ഫ്രണ്ട്, ഒരാളെ ഫ്രണ്ട്, ഒരു മാമൻ പടം വരച്ച ആരാന്ന് അറിയത്തില്ല, അതിനെ കൊണ്ട് വരപ്പിച്ചിട്ട് ഇത്രയും നല്ലൊരു മ്യൂറൽ പെയിന്റിങ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഈ ഒരു വാളിന്റെ കൂടെ നല്ലപോലെ ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കിടക്കാം. സോ ഇതാണ് ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. സോഫ ഇഷ്ടപ്പെട്ട പോലെ തന്നെ എനിക്ക് ഈ ഒരു ടേബിളും ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോകാറില്ല, അവിടൊക്കെ കാണുന്ന അതേ ഒരു ടേബിളിന്റെ കൂട്ടാണ് എൻ്റെ വീട്ടിലും ടേബിൾ വെക്കാൻ പറ്റിയപ്പോഴത്തേക്കും എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് സന്തോഷമാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇപ്പുറത്തോട്ട് നോക്കാം. ഇപ്പുറത്തോട്ട് നമ്മുടെ TV യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇവിടെ കുറച്ച് എന്താ പറയുക, ഷോപ്പീസസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തട്ടുകളും, പിന്നെ ഇവിടെ മാർബിൾ പോലത്തെ TV വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതും, പിന്നെ ഇവിടെ കുറച്ച് ഷോപ്പീസസ്, പിന്നെ ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള കമ്പാർട്ട്മെന്റ്സും ആണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. എല്ലാം നല്ല വാൾപേപ്പർ
നമുക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയയുള്ള ആ ഒരു ഏരിയ. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയിട്ടാണ് ഈ ഒരു മിററാണ്. ഈ മിറർ എന്ന് പറയുമ്പോൾ സാധാരണ ലൈറ്റ് ഉണ്ടെങ്കിൽ മേളിൽ നിന്ന് കാണുന്ന ആ ഒരു ലൈറ്റ് ആയിരിക്കും. ബട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലൈറ്റ് വരുന്നത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ 3 കളേഴ്സ് ഉണ്ട്. ഒന്നിത്, പിന്നെ കളർ ചേഞ്ചിങ് ഉണ്ട്, പിന്നെ ഒന്നിത്. പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ ഇതെടുക്കാനുള്ള ടർക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലൈൻഡ്സും അതേപോലെ തന്നെ സാധനങ്ങളാണ്. പിന്നെ സ്റ്റെപ്പിന്റെ അടിയിൽ ഒരു കുഞ്ഞു കബോർഡ്, ഇൻവേർട്ടറൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലമാണ്. സോ ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പൺ കിച്ചൺ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഫസ്റ്റ് ഇവിടെ മുഴുവൻ അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. സോ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ഇപ്പോ പെട്ടെന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പുറത്ത് 2 കസേര ഇട്ടിട്ട് അവിടെ ഇട്ടിട്ടില്ല ഇതുവരെ. അവിടെ നമുക്ക് സുഖത്തോടെ ഇങ്ങനെ കഴിക്കാം. അപ്പോ അവിടെ 2 ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹാങ്ങിങ് ലൈറ്റ്സ് കാണുന്നത്. സോ ഇത് ഈ ഒരു വുഡിനോടൊക്കെ നല്ല ചേർന്ന് പോകുന്ന രീതിയിലെ ലൈറ്റ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ലൈറ്റ്സും അതും ഇതൊക്കെ എൻ്റെ അമ്മ സെലക്ട് ചെയ്തതാണ്. സോ ഇതാണ് കിച്ചൺ. സ്റ്റൗ ഒക്കെ ഈ ഒരു സ്ഥലത്ത്, പിന്നെ എയർ ഫ്രയർ, അതേപോലെ തന്നെ ചിമ്മിനി, പിന്നെ കുറച്ച് കബോർഡ്സ്. ഇവിടെ കുറച്ച് ഷോ പീസസ് ഒക്കെയാണ് ഇങ്ങനെ തുറന്നിരിക്കുന്നിടത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കബോർഡ്സ് ഒക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് സത്യം പറഞ്ഞാൽ ഈ 2 തരത്തിലുള്ള വരുന്നത്. പിന്നെ വാഷ് ചെയ്യുന്ന, അതായത് എന്താണ് സിങ്ക്. ഇതിനകത്ത് തന്നെ ഈ ഒരു നമുക്ക് പാത്രങ്ങൾ വാഷ് ചെയ്തിട്ട് വാങ്ങാൻ വേണ്ടി ഇതിനകത്തോട്ട് എണ്ണ വെക്കാം. സോ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കബോർഡ്സുകളുണ്ട് ഇവിടെ. സോ ഇതാണ് ഫ്രിഡ്ജ് വെച്ച ഏരിയ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാർട്ട് ഇത്രയേ ഉള്ളൂ. അടുത്ത പാർട്ട് എന്തായാലും അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കുറച്ച് സൂപ്പർ സാധനങ്ങൾ നിങ്ങളെ വെയിറ്റിംഗ് ആണ്. അപ്പം ഇത്രയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നണം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലടിക്കൻ അമർത്താൻ മറക്കരുത്. അപ്പൊ പുതിയൊരു അടുത്ത സൂപ്പർ പാർട്ടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും എല്ലാവർക്കും